Hello guys, I am Advaz and welcome back to my channel Superpowers. Now Superpowers also heroes. സൂപ്പർമാൻ്റെ ഒരു പുതിയ കോമിക് റിലേറ്റഡ് എല്ലാ സൂപ്പർ ഫാൻസും സോ ഗൈസ് ഞാൻ പുതിയതായിട്ടൊരു കോമിക് വാങ്ങി. സോ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചു. സോ ഇതാണ് ആ കോമിക്. ഇതാണ് നമ്മുടെ ഡെഡ്പൂൾ കിൽസ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന കോമിക്കാണ്. അപ്പോൾ ഇതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്നത്തോടെ വീഡിയോയാണ് നോക്കാനായിട്ട് പോകുന്നത്. അഫ്കോഴ്സ് പലർക്കും അറിയായിരിക്കും, ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അതിന് കുറച്ച് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ ഡിസ്കോമിക്സ് സ്പോർട്സ് ഗെയിംസ് ഓസം ആൻഡ് ലേറ്റസ്റ്റ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്ത നമ്പറിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കാണാം. സോ ഗൈസ്, ഈ കോമിക് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി. ഇതാണ് മാർവലിന്റെ ഡെഡ്പൂൾ കിൽസ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന കോമിക്. പക്ഷേ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഇതിന്റെ ഒരു വീഡിയോ ചെയ്യണം. ഈ അടുത്ത് നോക്കിയപ്പോഴാണ് ഇതിനെ കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തില്ലെന്ന് മനസ്സിലായത്. സോ ഇതിന്റെ എന്താ റൈറ്റർ എന്ന് പറയുന്നത് കള്ളൻ ബൺ എന്ന് പറയുന്ന കോമിക് ബുക്ക് ഓതറാണ്, റൈറ്ററാണ്. ആർട്ടിസ്റ്റ് ഡാലിബർ ടെലാജിക് ആണ്. എന്തായാലും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത്തിരി വയലൻസ് ഉള്ള സാധനമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പാരന്റൽ അഡ്വൈസറി നോട്ട് ഫോർ കിഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എനിവേസ് ഈ സാധനം വന്നിട്ട് ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ ക്യാപ്റ്റൻ അമേരിക്ക, ഇവിടെ സ്പൈഡർമാൻ, ഇവിടെ നമ്മുടെ പേര് പറഞ്ഞു. പക്ഷേ അയൺമാൻ, ഇവരെല്ലാരും ഡെഡ്പൂളിന്റെ മുമ്പിൽ ഈ ഒരു കോമിക്കിൽ മുട്ടു അടക്കേണ്ടത്. ഇവിടെ നമ്മൾ അടുത്ത് നോക്കിയാൽ പണിഷറുണ്ട്. എല്ലാം ഡെഡ്പൂളിന് നമുക്ക് എല്ലാവർക്കും ഡെഡ്പൂൾ ഓൾറെഡി ഒരു ഭ്രാന്തനാണ്. പക്ഷേ ഹീസ് ഓൾസോ നോൺ ആസ് ദ മാർക്ക് വിത്ത് ദ മൗത്ത്. സോ ആ മാർക്ക് വിത്ത് ദ മൗത്ത് കുറച്ചുകൂടി കൂടുതൽ ഭ്രാന്തനായി ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ രസത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. അതിന്റെ ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് ആൻസർ ആണ് ഈ കോമിക് എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയാലും ഇതത്ര 4 ഇഷ്യൂസ് ആയിട്ട് ഇറങ്ങിയ ഒരു കോമിക്കാണ്. അതിന്റെ ഒംനിബസ് ആണിത്. 4 ഇഷ്യൂസ് കളക്ട് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട് പേജ് ആണ്. ഇതാണ് എന്റെ കാർ പേജ് ആയിട്ടുള്ള ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാർ പേജ് കണ്ട സെയിംസ് ആണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ വാച്ചറിനെ കണ്ടു. വാച്ചർ കഥ പറഞ്ഞു തുടങ്ങുന്നത് കഥയിലോട്ട് കൂടുതൽ നടക്കുന്നത്. കാരണം ഇതുവരെ പലരും വായിച്ചതാണ്, ഒരുപാട് പേര് വായിച്ചു കഴിഞ്ഞു. പക്ഷെ വായിക്കാത്തവരാണെങ്കിൽ നമ്മൾ ആസ് എ റെസ്പോൺസിബിൾ ക്രിയേറ്ററിന് വായിക്കാത്തവർക്ക് സ്പോയിലർ ആണല്ലോ എന്ന് വെച്ചാൽ ഞാൻ റാൻഡമായിട്ട് കാണിച്ചു പോവാം. ഇതാണല്ലേ എത്രത്തോളം വയലന്റ് ആണ്. എല്ലാ ഹീറോസും മുട്ടുമടക്കുന്ന ഒരു ലെവൽ ഇതാണ്. നമ്മളെ അവഞ്ചേഴ്സും ബാക്കിയുള്ള ഹീറോസ് എല്ലാം ഡെഡ്പൂളിന് വേണ്ടി ഡെഡ്പൂളിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പ്ലാൻ എല്ലാം മേക്ക് ചെയ്യുന്നതിൽ വെച്ചാണ്. എല്ലാം എന്താ പറയാ, ഒരു ബേസിക് എന്ന് പറഞ്ഞത് ഡെഡ്പൂളിന്റെ ഭ്രാന്തൊന്ന് ഇരട്ടിയായിട്ട് എല്ലാവരും കൊല്ലുന്ന ഒരു ടൈപ്പ് സാധനമാണ്. സോ ഈ സാധനം എന്ന് പറഞ്ഞാൽ അടുത്ത ഇഷ്യൂയിലോട്ട് കിടക്കുന്നത് അതിന് മുമ്പുള്ള ഒരു കവറാണ്. നമ്മളെ പണിഷറിനെ ഒരുമാതിരി കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു ലൈക്ക് ഇതാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോമിക്കിന്റെ ഞാൻ വില പറയാൻ വന്നത് ഇതിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന വില 1129. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇത് വാങ്ങിച്ചത്
ഇവിടെ ഒരു എക്സിബിഷൻ നിന്നാണ് എനിക്ക് 800 രൂപയ്ക്ക്, അത് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ വാങ്ങിച്ച ഏറ്റവും വില കുറവുള്ള മാർവൽ DC കോമിക്കാണത്. 800 രൂപയ്ക്ക് എനിക്ക് എന്തോ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അത് ഐ തിങ്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ എനിക്ക് 800 രൂപയ്ക്കാണ് ഓഫറിന് കിട്ടിയത്. സോ ഞാൻ കൂടുതൽ ഈ അകത്തുള്ളത് കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ സ്പോയിലറാവും. പക്ഷെ ഞാൻ കാണിച്ചു തരാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. അതാണിത്. ഇത് അതിന്റെ ആർട്ടിസ്റ്റുകൾ വരച്ച ഇലസ്ട്രേഷൻ ആണ്. അതായത് ആദ്യം വരച്ച ഇതെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് അതിന്റെ പല കോൺസെപ്റ്റ് ആർട്സ് ആണ്. അതായത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഈ സാധനമില്ലേ, ഈ കവർ അതും പിന്നെ ഇത്ര അവഞ്ചേഴ്സിനെ ഇതാക്കുന്നതും ഇത് ഡെഡ്പൂൾ പണിഷറുകൾ അതിന്റെയൊക്കെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണിത്. ആൻഡ് ഓൾസോ നമ്മളെ ക്യാപ്റ്റനെ മേക്ക് സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം ഇത് അവഞ്ചേഴ്സ് എല്ലാം തറയിൽ വീണ് കിടക്കുന്ന അങ്ങനെ ഡിഫീറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരിതു. ഒരുപാട് ഫസ്റ്റ് ഡ്രാഫ്റ്റുകൾ നമുക്ക് ഇതിൽ കാണാം. എന്താണ് തന്നെയാലും ഈ ഒരു കോമിക് എന്ന് പറയുന്നത് വളരെ ഇവിടെ കണ്ടു കാണും. കിൽസ് അത് റെഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റെഡ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വയലൻസ് ആണ്. ഈ പാരന്റൽ അഡ്വൈസർ ചുമ്മാ അല്ല വെച്ചിരിക്കണം. ബാക്കി പക്കാ സാധനമല്ല, പക്ഷെ വയലൻസ് ഇത് പക്കയായിട്ടാണ് ഇത്ര കൊടുത്തിരിക്കുന്നത്. ഒരു സീൻ എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ സ്ട്രേഞ്ച് ചത്തോളാണ്. അങ്ങനെ സീൻസ് ഉണ്ട്. പല ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് എന്ത് കാണിക്കണം എന്ന് അപ്പൊ ഇത് കണ്ടില്ലേ ഹൾക്കും ഡെഡ്പൂളും എന്ത് കാണിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ കാണിച്ചാൽ അതെല്ലാം സ്പോയിലർ ആവും. എന്തൊക്കെ തന്നെയും ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോമിക്സ്. ഓൾസോ മാർവലിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയാ ഒരു ഇതാണ്, അതായത് സ്റ്റോറി ലൈൻ തന്നെയാണ് ഇത്. ഈ സാധനം വന്നിട്ട് ഇപ്പൊ എനിക്ക് ആമസോണിലൊക്കെ കിട്ടും. പക്ഷെ ഇത്തിരി പഴയതാണ് എന്ന് വെച്ചാൽ റീസെന്റ് കോമിക് ഒന്നുമല്ല, ഇത്തിരി ഇതായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും, പല എക്സ്പ്ലനേഷൻ കണ്ടുവേണം. അത് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ പറഞ്ഞാൽ. ബട്ട് ഈ സാധനം കോമിക് കളക്ഷൻ കാണിച്ചുകൊണ്ട് ഒരു ഫുൾ കോമിക് കളക്ഷൻ റിവീൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബട്ടണിലും ഒക്കെ കൊടുത്തേക്കാം. എന്തായാലും ഇഫ് യു വാണ്ട് ടു റീഡ് എ ഗുഡ് കോമിക് ഐ സജസ്റ്റ് ദിസ്. ഇവിടെ കണ്ടത് ജോക്കി സോർ. ഇത്രയും നാളെ ഡെഡ്പൂൾ തമാശയായിട്ടാണ് നിന്നത്. പക്ഷെ ഇപ്പൊ ഡെഡ്പൂള് കുറച്ച് സീരിയസ് ആയിട്ട് ഭ്രാന്ത് സീരിയസ് ആയി ഒരു ലെവലിലാണ് ഡെഡ്പൂൾ നിൽക്കുന്നത്. ആരെ വേണമെങ്കിലും കൊല്ലാൻ എന്നുള്ളതിലേക്ക് നമ്മൾ പലപ്പോഴും ഡെഡ്പൂളൊന്നും കൊല്ലാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ വരെ ഡെഡ്പൂൾ കൊല്ലുന്നുണ്ട്. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് വളരെ നല്ലൊരു ട്വിസ്റ്റ് എല്ലാം വളരെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തന്നെ പറയുന്നത്. പക്ഷെ നല്ലൊരു രീതിക്ക് തന്നെയാണ് അവസാനിക്കുന്നത്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും. ഇതിനൊരു നമ്മൾ ഇത്രയും പറഞ്ഞിരുന്നത് ഇതിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്കിതിനൊരു 3.5 കൊടുക്കാം. അത്ര കിടിലല്ല, പക്ഷെ എന്നാൽ പോലും വെരി ഗുഡ് റീഡ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സലന്റ് റീഡ്. പിന്നെ ചില സമയത്ത് ചില പാട്ടുകൾ നമുക്ക് കുറച്ചുകൂടി നന്നാക്കാണ്. കുറച്ചുകൂടി ചിലയിടത്തൊക്കെ ഫാൻ സർവീസ് ഒക്കെ എന്ന രീതിക്ക് പലതും കൊടുക്കാനും ചില ക്യാരക്ടേഴ്സിനൊന്നും ചിലയിടത്ത് വേണ്ട വണ്ണം ഉപയോഗിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സർവീസ് എന്തൊക്കെ തന്നെയാലും ഈ കോമിക് നിങ്ങൾ ചെക്കൗട്ട് ചെയ്തേക്കുക. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോൺ ഉണ്ടാവും, ചെക്കൗട്ട് ചെയ്തേക്കാം. സർവീസ് എന്തൊക്കെ തന്നെയായാലും ഇത്രയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു മാർവലിലൂടെ നമ്മൾ വീണ്ടും കിട്ടാം. അതിൽ സൈനിങ് ഔട്ട്. And you are the super team and not super heroes.